ഹലോ ഓൾ, ഇന്ന് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൻ്റെ പേരെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ബിറ്റ്സ് അഥവാ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ്, പിലാനി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ ഫസ്റ്റ് ക്യാമ്പസ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് എഞ്ചിനീയറിങ്ങിന് ഇന്ത്യയിൽ നമുക്കറിയാം ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന രണ്ട് പേരുകളാണ് IITസും NITസും. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന കുറച്ച് കോളേജുകളുടെ പേരുണ്ട്. അതിലൊന്നാണ് തീർച്ചയായിട്ടും ബിറ്റ്സ്. ഈവൻ ചില സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ചില ആളുകൾ പറയാറുണ്ട് ഇത് ഒരുപാട് IITയെ അതുപോലെ തന്നെ പല NITസിനേക്കാളും മുകളിൽ നിൽക്കുന്ന കോളേജാണ് ബിറ്റ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തെക്കുറിച്ചാണ്, അവിടുത്തെ പ്രത്യേകതകളും അതുപോലെ തന്നെ ആ സ്ഥാപനത്തിലേക്കുള്ള അഡ്മിഷൻ നമുക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ള ഡീറ്റെയിൽസ് ആണ്. സോ ഒരു കരിയറൊക്കെ ആലോചിക്കുന്ന, എഞ്ചിനീയറിംഗിലൊക്കെ ഒരു കരിയർ ആലോചിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം, മുഴുവനായിട്ട് കാണുകയും വേണം. ഓക്കെ, സോ ബിറ്റ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ NIRF റാങ്കിങ്ങിൽ 25th റാങ്കാണ് ആർക്കുള്ളത്? ഇന്ത്യയിലെ 25ാമത്തെ റാങ്കാണ് ബിറ്റ്സിനുള്ളത്. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IITകളും NITകളും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കോളേജുകളും ഇൻക്ലൂഡ് ചെയ്യുന്ന ലിസ്റ്റിൽ 25th റാങ്കാണ്. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, പ്രൈവറ്റ് ആയിട്ട് റൺ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഫണ്ടുകളൊന്നും വന്നുകൊണ്ട് ഇമ്പ്രൂവ് ചെയ്യാനൊന്നും കഴിയില്ല. ഇവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫൈനാൻസ് ഉപയോഗിച്ചിട്ട് തന്നെ വേണം ഈ കോളേജിന് ഇമ്പ്രൂവ് ചെയ്യാൻ. സോ കറൻ്റ് 4 സ്ഥലത്താണ് ഇവരുടെ ക്യാമ്പസുകൾ ഉള്ളത്. ബിറ്റ്സ് പിലാനി ഇതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥാപനം. അതിനുശേഷം ഈ ബിറ്റ്സ് ഗോവ ഉണ്ട്, അതുപോലെ തന്നെ ദുബായിലും അവരെന്ത് ചെയ്തിട്ടുണ്ട്, റീസെൻ്റ്ലി ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ ഹൈദരാബാദ് ഉണ്ട്. ഇങ്ങനെ പിലാനി, ഗോവ, ഹൈദരാബാദ്, ദുബായ് 4 സ്ഥലങ്ങളിലാണ് ബിറ്റ്സിൻ്റെ ക്യാമ്പസ് ഉള്ളത്. ഓക്കെ, ആൻഡ് ഇത് ഏറ്റവും ഫേമസ് ആയിട്ട് ഈ കോളേജിനെ കുറിച്ച് അറിയപ്പെടുന്നത്, ഈ കോളേജ് അറിയപ്പെടുന്നത് സ്റ്റാർട്ടപ്പ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആയിട്ടാണ്. ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ, ഇപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള പല സ്റ്റാർട്ടപ്പുകൾ നമുക്കറിയാം. സ്വിഗ്ഗി, അതുപോലെ തന്നെ റെഡ് ബസ്, ബിഗ് ബാസ്ക്കറ്റ്, ക്ലിയർ ടാക്സ്, ഗ്രോ, ഹോട്ട്മെയിൽ എന്ന് തുടങ്ങി പല സ്റ്റാർട്ടപ്പുകളുടെയും തുടക്കം എവിടെ നിന്നാണ്? ആക്ച്വലി ബിറ്റ്സ് പിലാനിയിൽ നിന്നാണ്. ഓക്കെ, ബിറ്റ്സിൽ നിന്നാണ്. ടോട്ടലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 13 യൂണിക്കോൺ സ്റ്റാർട്ടപ്പുകൾ. യൂണിക്കോൺ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $1 ബില്യൺ വാല്യുവേഷനുള്ള സ്റ്റാർട്ടപ്പിനെയാണ് നമ്മൾ യൂണിക്കോൺ സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കുക. 1000+ സ്റ്റാർട്ടപ്പുകൾ ടോട്ടലി എന്ത് ചെയ്തിട്ടുണ്ട്? ബിറ്റ്സിൽ നിന്നും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഫാക്റ്റ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സൗകര്യങ്ങൾ സ്റ്റാർട്ടപ്പ് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓൺട്രപ്രന്യൂഴ്സിന് ഒരുപാട് സൗകര്യങ്ങൾ ഈ കോളേജ് ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടി 1 വർഷത്തെ ഓഫ് എടുക്കാം. കോഴ്സിൻ്റെ ഇടയിൽ 1 വർഷം നിങ്ങൾക്ക് ഫുൾ ലീവ് എടുക്കാം. സ്ഥാപനത്തിൻ്റെ പെർമിഷനോട് കൂടിയിട്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പെർമിഷനോട് കൂടിയിട്ട് ലീവ് എടുക്കാം. ആ 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പിൻ്റെ ബിൽഡ് ചെയ്യാനുള്ള വർക്കുകളൊക്കെ ചെയ്യാം. അങ്ങനെ സ്റ്റാർട്ടപ്പിന് പോകുന്ന ആളുകൾക്ക് 0 അറ്റൻഡൻസ് പോളിസിയും അവർ കൊടുക്കുന്നുണ്ട്. ഇത് എല്ലാവർക്കും ഇല്ല, സ്റ്റാർട്ടപ്പിനൊക്കെ വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്നതാണ്. ആൻഡ് ക്യാമ്പസിൻ്റെ അഡ്രസ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സാധാരണ പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു ഓഫീസ് എടുക്കണം, അവിടെ രജിസ്റ്റർ ചെയ്യണം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട്. ഇവിടെ ക്യാമ്പസിൽ അഡ്രസ്സ് ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനി രജിസ്റ്റർ ചെയ്യാം. ഇവിടെ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ BE അല്ലെങ്കിൽ BTech, ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ടെക്നോളജി, രണ്ടും സിമിലർ ഡിഗ്രി തന്നെയാണ്. അതിൽ ബയോടെക്നോളജി, കെമിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, മെക്കാനിക്കൽ, മാനുഫാക്ചറിങ്, ഇത്രയും ഡിസിപ്ലിൻസ്, ഇത്രയും ബ്രാഞ്ചുകളുണ്ട്. അതിൽ പിലാനിയിലുള്ള ബയോടെക്നോളജി ഒഴികെ ബാക്കി എല്ലാം അവൈലബിൾ ആണ്. സിമിലർലി ഓരോ ക്യാമ്പസിലും ഏതൊക്കെ കോഴ്സസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, റീസെൻ്റ്ലി തുടങ്ങിയ ദുബായിലടക്കം ഓൾമോസ്റ്റ് എല്ലാ കോഴ്സുകളും എന്താണ് അവൈലബിൾ ആണ്. ഇത് കൂടാതെ MSc കോഴ്സുകളുണ്ട്, മാസ്റ്റർ ഇൻ സയൻസ് കോഴ്സുകളുണ്ട്. അതിൽ ബയോളജിക്കൽ സയൻസസ്, കെമിസ്ട്രി, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, ജനറൽ സ്റ്റഡീസ് തുടങ്ങിയ MSc കോഴ്സുകളും എന്തിൽ അവൈലബിൾ ആണ്? ബിറ്റ്സിൽ അവൈലബിൾ ആണ്. BPharm കോഴ്സ് ഓൾസോ അവൈലബിൾ ആണ്. BPharm കോഴ്സ് അവൈലബിൾ ആണ് എവിടെയാണ്? പിലാനിയിലും അതുപോലെ തന്നെ ഹൈദരാബാദിലും മാത്രമാണ് BPharm കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ പ്രോഗ്രാമിൽ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, വേറെ എവിടെ ഇല്ലാത്ത കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഒന്ന്, ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം, അതായത് MSc സ്റ്റുഡൻസ് ക്യാൻ ജോയിൻ BTech പ്രോഗ്രാം ആഫ്റ്റർ ദെയർ ഫസ്റ്റ് ഇയർ. അപ്പോൾ MScക്ക് ജോയിൻ ചെയ്ത കുട്ടികൾക്ക്, ഇപ്പോൾ BSc കഴിഞ്ഞ് MScക്ക് വരുന്ന കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് BTechനും ജോയിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഡബിൾ ഡിഗ്രി പ്രോഗ്രാമാണ്. എന്ന് വെച്ചാൽ top 1%, ഇവർ നടത്തുന്ന എൻട്രൻസ് എക്സാമിലെ top 1% കുട്ടികൾക്ക് 2 BTech പ്രോഗ്രാമിൽ ഒരേ സമയത്ത് ജോയിൻ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ top 1% എത്തിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ഒരുമിച്ച് ചൂസ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഡബിൾ വർക്കായിരിക്കും, നോ ഡൗട്ട്. അതുകൊണ്ടാണ് ഏറ്റവും top 1% മാത്രം ഇവരിത് അലൗ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോഗ്രാം എനിക്ക് തോന്നുന്നില്ല വേറെ സ്ഥാപനങ്ങളിലൊന്നും ഇങ്ങനെ ഒരു ഡബിൾ ഡിഗ്രി പ്രോഗ്രാം അലൗഡ് ആണെന്നുള്ളത്. സോ ഈ ഒരു കോളേജിലേക്ക് അഡ്മിഷൻ നേടിയെടുക്കാൻ ബിഡ്സാറ്റ് എന്ന് പറയുന്ന എക്സാമാണ് നമ്മൾ ക്രാക്ക് ചെയ്യേണ്ടത്. JEE ഒക്കെ പോലെ തന്നെ +2ൻ്റെ കൂടെ നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ +2 കഴിഞ്ഞ് 1 വർഷം റിപ്പീറ്റ് ചെയ്തിട്ടും എഴുതാവുന്ന എക്സാമാണ്. സിമിലർ ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ തന്നെയാണ് MCQ ക്വസ്റ്റ്യൻ, പക്ഷേ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. എന്തായിരിക്കണം എലിജിബിലിറ്റി എന്ന് പറയുന്നത്? ഒന്ന്, നമ്മൾ 12th പാസ്സായിരിക്കണം.
ഒരു സ്റ്റേറ്റ് ബോർഡ് അല്ലെങ്കിൽ സെൻട്രൽ ബോർഡിൽ നിന്ന് ആഡിക്വേറ്റ് പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നത് ഈ എൻട്രൻസിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഓൺലി 2 അറ്റംപ്റ്റ്സ് ആർ അലൗഡ്. നമ്മുടെ JEE അഡ്വാൻസ്ഡ് പോലെ തന്നെ +2ൻ്റെ കൂടെ എഴുതാം, അത് കഴിഞ്ഞിട്ടുള്ളൊരു വർഷവും എഴുതാം. അപ്പോൾ 2 അറ്റംപ്റ്റാണ് അലൗഡ് ആയിട്ടുള്ളത്. മിനിമം ഓഫ് 75% മാർക്ക് ഇൻ PCMB നിങ്ങളുടെ +2ൽ ഇത്രയും വേണം. ഓക്കെ, അതിൽ ഓരോന്നിലും മിനിമം 60% വെച്ച് വേണം എന്നുള്ളതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. പേപ്പറിൻ്റെ പാറ്റേണിൽ പാർട്ട് 1, പാർട്ട് 2, 3, 4 4 പാർട്ടായിട്ടാണുള്ളത്. ഫിസിക്സ് 30 മാർക്ക്, കെമിസ്ട്രി 30 മാർക്ക്, ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസിക്ക് അതിൽ 10 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, ലോജിക്കൽ റീസണിങ് അതിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ബയോളജി ഈസ് ഫോർ ബിഫാമിന് ചൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് ബയോളജി പേപ്പർ ആയിരിക്കും. ബാക്കി എല്ലാവർക്കും മാത്തമാറ്റിക്സ് ആണ്. 40 ക്വസ്റ്റ്യൻസ് മാത്തമാറ്റിക്സ് ആണ്. ടോട്ടൽ 130 ക്വസ്റ്റ്യൻസിൻ്റെ എക്സാമാണ്. ഓക്കെ, 130 ക്വസ്റ്റ്യൻസിൻ്റെ എക്സാമാണ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് മാത്തമാറ്റിക്സിന് തന്നെയാണ്. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഞാനും ആക്ച്വലി ബിറ്റ്സ് എഴുതിയ ഒരാളാണ്. ഇതിൽ ഇഫ് എ കാൻഡിഡേറ്റ് ആൻസേഴ്സ് ഓൾ 130 ക്വസ്റ്റ്യൻസ് വിത്തൗട്ട് സ്കിപ്പിംഗ് എനി ക്വസ്റ്റ്യൻ, അതായത് ഒരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യാതെ 130 നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ കാൻഡിഡേറ്റ് വിൽ ഹാവ് എൻ ഓപ്ഷൻ ഫോർ അറ്റംപ്റ്റിംഗ് 12 എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്. വേറെ ഒരു എക്സാമിലും ഇല്ലാത്തൊരു ഫീച്ചറാണത്. ഓൺലൈനാണ് ഈ എക്സാം, കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. 130 ചോദ്യത്തിൽ ഒന്ന് പോലും നിങ്ങൾ വിട്ടുകളയാതെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ, അതെന്ന് വെച്ചാൽ ഹൈ റിസ്ക് ആണ്, ഒരുപാട് നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 12 എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളതാണ് പ്രത്യേകത. മാർക്കിംഗ് സ്കീം നോക്കുക, +3 -1 ആണ്. സോ ഇറ്റ് ഇസ് വെരി റിസ്കി. +4 -1 അല്ല, തെറ്റിക്കഴിഞ്ഞാൽ 1/3 മാർക്കും പോകും എന്നുള്ളതാണ്. അപ്പോൾ ഈ 130 സ്കിപ്പ് ചെയ്യാതെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു റിസ്കി മൂവ് ആണ്. കാരണം ഇത്രയും നെഗറ്റീവ് മാർക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഒരാളങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാ ചോദ്യങ്ങളും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, എക്സ്ട്രാ 12 ക്വസ്റ്റ്യൻസും കൂടെ കിട്ടും. അതും കൂടെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ സ്കോറിലേക്ക് ആഡ് ചെയ്യപ്പെടും. അപ്പോൾ 130 ചെയ്ത ഒരാളെക്കാൾ 142 ക്വസ്റ്റ്യൻസ് കിട്ടിയ ഒരാൾക്ക് കൂടുതൽ സ്കോർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ സിലബസ് സിമിലർ, എന്താണ്, നമ്മളൊരു JEE സിലബസിനോട് സിമിലർ ആണ്. ബട്ട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ പോയിട്ട് സിലബസിൻ്റെ PDF എടുത്തിട്ട് വായിച്ച് നോക്കുക. ആൻഡ് എക്സാമിൻ്റെ ഫീസ് എന്ന് പറയുന്നത്, എക്സാം ഫീസ് 2 സെഷനും എഴുതുകയാണെന്നുണ്ടെങ്കിൽ 2 സെഷൻസ് ഉണ്ട് ആക്ച്വലി. അപ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സിന് 5400 രൂപ, ഫീമെയിൽസിന് 4400 റുപ്പീസാണ്. ഒറ്റത്തവണ എഴുതാനാണെന്നുണ്ടെങ്കിൽ 3400-ഉം 2900-ഉമാണ് ഫീസ് വരുന്നത്. ടെസ്റ്റ് സെൻറ്ററുകൾ 53 സെൻറ്ററുകൾ, ഇന്ത്യയിലൊട്ടാകെ 53 സെൻറ്ററുകൾ അവൈലബിൾ ആണ്, ഇൻക്ലൂഡിംഗ് ദുബായ് ആൻഡ് നേപ്പാൾ. കേരളത്തിൽ കൊച്ചി, ട്രിവാൻഡ്രം ഈ 2 സ്ഥലങ്ങളിലാണ് എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കുക. ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ ഓർത്ത് വെക്കുക. ഡെഡ് ലൈൻ ഫോർ അപ്ലൈയിങ് ഓൺലൈൻ സെഷൻ 1 ഓർ ബോത്ത്. നമ്മുടെ JEE മെയിൻ പോലെ 2 സെഷൻസ് ഉണ്ടാവാറുണ്ട്. ഏപ്രിൽ 11 മുൻപായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അടുത്ത ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഷൻ 1 19th to 24th മെയ്. ആ സമയത്താണ് സെഷൻ 1 കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫോർ അപ്ലിക്കേഷൻ ഓഫ് സെഷൻ 2 വേണ്ടി പിന്നീട് ആരെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 22 മെയ് മുതൽ 10 ജൂൺ വരെ സമയം ഉണ്ടായിരിക്കും. സെഷൻ 2 എക്സാം നടക്കുന്നത് 22 മുതൽ 26 മെയ് വരെയാണ്. ഓക്കെ, 22 മുതൽ 26 വരെയാണ് നടക്കുന്നത്. bitsatadmission.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. ആൻഡ് നോ റാങ്ക് ഓൺലി സ്കോർ. അടുത്തൊരു പ്രത്യേകത വീണ്ടും വരികയാണ്, പ്രത്യേകതകൾ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. സ്കോർ വിൽ ബി ഷോൺ ആഫ്റ്റർ സബ്മിറ്റിംഗ് ദി എക്സാം. എക്സാം ഹാളിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എഴുതിയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്താണ്, സ്കോർ അറിയാൻ പറ്റും. അതിനുവേണ്ടി പിന്നെ 1 മാസം 2 മാസം ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ തന്നെ സ്കോർ അറിയാം. ഇത് ഞാനും ആക്ച്വലി ആലോചിക്കാറുണ്ട്. കാരണം കമ്പ്യൂട്ടറിന് ഇൻസ്റ്റൻ്റ്ലി സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ CBT എക്സാമുകൾക്കൊക്കെ എക്സാം എഴുതി ഉടനെ തന്നെ സ്കോർ പബ്ലിഷ് ചെയ്തിട്ട് കുട്ടികൾക്ക് കാണിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും, കുറച്ചും കൂടെ എന്താണ്, ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഫീഡ്ബാക്ക് കിട്ടുകയാണ്. പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളത് പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്യാം. ഒരുപാട് ദിവസം നമ്മൾ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്ന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് ഇതിനുണ്ട്. അപ്പോൾ മേ ബി ഭാവിയിൽ JEE പോലുള്ള എക്സാംസിനൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്കോർ ഉള്ളൊരു അവസരം ഉണ്ടാകുമായിരിക്കാം. ഡയറക്റ്റ് അഡ്മിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സും ഇതിലുണ്ട്. അതാർക്കാണെന്ന് നോക്കാം. സ്റ്റുഡൻസ് ഹു ഒബ്റ്റെയിൻ ഫസ്റ്റ് റാങ്ക് ഇൻ റെസ്പെക്റ്റീവ് ബോർഡ്സ്. ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിലെയും റെസ്പെക്റ്റീവ് ബോർഡ് എക്സാമിനേഷൻസിൽ ഫസ്റ്റ് റാങ്ക് വന്ന ആളുകൾക്ക് ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ കിട്ടും. ഓക്കെ, ബിറ്റ്സാറ്റിലേക്ക് എൻട്രൻസ് ഒന്നും എഴുതണ്ട. അതായത് നമ്മുടെ കേരള സിലബസ് കണ്ടക്ട് ചെയ്യുന്ന, കേരള ഗവൺമെൻറ് കണ്ടക്ട് ചെയ്യുന്ന +2 എക്സാമിലെ ഫസ്റ്റ് റാങ്കിന്. പക്ഷേ കേരളത്തിൽ റാങ്ക് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് ഈ അഡ്മിഷൻ ആർക്കും കിട്ടാറില്ല. എന്നാൽ റാങ്ക് ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന പണ്ടത്തെ കാലത്താണ് ഈ ആക്ച്വലി ഈ ഒരു ഫീച്ചർ, ഈ ഒരു പ്രത്യേകത തുടങ്ങിയത്. ഇപ്പോൾ റാങ്കുകളൊന്നും പൊതുവെ ഉണ്ടാവാറില്ല എവിടെയും. അപ്പോൾ പണ്ട് ആക്ച്വലി എന്തായിരുന്നു, ഫസ്റ്റ് റാങ്ക് വരുന്ന ആളുകൾക്ക് കിട്ടുമായിരുന്നു. ഓക്കെ, ആൻഡ് ഇവിടേക്കുള്ള ഫീസും സ്കോളർഷിപ്പും, പ്രൈവറ്റ് കോളേജാണ്, സോ സ്വാഭാവികമായിട്ടും ഫീസ് ഉണ്ടായിരിക്കും, അത്യാവശ്യം ഫീസ് ഉണ്ടായിരിക്കും. കാരണം ഇതൊരു ലെവൽ കൂടിയ, നല്ല ലെവലുള്ള, നല്ല റെപ്യൂട്ടേഷനുള്ള, നല്ല ക്വാളിറ്റിയുള്ള കോളേജാണ്. അപ്പോൾ ഇവിടെ ഓരോ സെമസ്റ്ററിനും ഏകദേശം 4 ലക്ഷം രൂപയാണ് ഫീസ്.
ബിടെക് നമുക്കറിയാം 4 വർഷമാണ്, 8 സെമസ്റ്റേഴ്സാണ്, ഓരോ സെമസ്റ്ററിനും 4 ലക്ഷം രൂപയാണ് ഫീസ്. അപ്പോൾ 8 × 4 32 ലക്ഷം രൂപയോളം ഇപ്പോൾ കറൻ്റ് സെമസ്റ്റർ ഫീസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് യൂഷ്വലി നമ്മൾ ചെയ്യാറുള്ളത് ഒരു സെമസ്റ്ററിന് തന്നെ 4 ലക്ഷം എന്ന് പറയുമ്പോൾ വലിയൊരു എമൗണ്ട് ആണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ആലോചിക്കാറുള്ളത് ഇപ്പം ഈവൻ ഹയർ എഡ്യൂക്കേഷനൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ആളുകൾ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് പഠിക്കാറുണ്ട്. പിന്നെ പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് ആ ലോൺ അടച്ച് വീട്ടണം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ട്യൂഷൻ ഫീസിൽ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ സ്കോളർഷിപ്പ് മെറിറ്റ് ബേസ് ചെയ്തിട്ട് കിട്ടുന്നുണ്ട്. ആർക്കൊക്കെയാണ്? ടോപ്പ് 4%. നമ്മുടെ ഈ ഒരു ബിഡ്സാറ്റിൻ്റെ എൻട്രൻസ് എക്സാമിലെ ടോപ്പ് 4%-ന് 80% സ്കോളർഷിപ്പാണ്. വെയ്വർ എന്ന് പറഞ്ഞാൽ അത്രയും ഫീസ് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഈ 4 ലക്ഷത്തിൽ എന്താ സംഭവിക്കുക? 80%-ഉം നമുക്ക് റിഡക്ഷൻ കിട്ടുകയാണ്. ബാക്കി അറൗണ്ട് എത്ര ഉണ്ടാവുക? ഒരു 80,000 റുപ്പീസാണ് ഉണ്ടാവുക അല്ലേ? ഏകദേശം 3,20,000 പോയി കഴിഞ്ഞിട്ട് ഒരു 80,000 രൂപയാണ് ബാക്കി ഉണ്ടാവുകയുള്ളൂ. ടോപ്പ് 10%, അടുത്ത 10%, ആദ്യത്തെ 4 കഴിഞ്ഞിട്ട് അടുത്ത 10% ഉള്ളിൽ വരുന്ന ആളുകൾക്ക് 50% സ്കോളർഷിപ്പാണ്. ആ 2 ലക്ഷം ഒരു സെമസ്റ്ററിന് കൊടുത്താൽ മതി. അടുത്ത 20% വരുന്ന കുട്ടികൾക്ക് 30% സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 34% ആളുകളിൽ, എന്ന് വെച്ചാൽ ടോപ്പ് 1/3 എത്തുകയാണെന്നുണ്ടെങ്കിൽ, മൊത്തം എഴുതിയ കുട്ടികളിൽ ടോപ്പ് 1/3 എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിനുള്ള ചാൻസ് ഉണ്ട്? നല്ലൊരു എമൗണ്ട് സ്കോളർഷിപ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഷുഡ് മെയിൻറ്റെയിൻ ഗുഡ് അക്കാഡമിക് പെർഫോമൻസ് ഡ്യൂറിങ് സബ്സിക്വൻ്റ്ലി ടു ബി എലിജിബിൾ. അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ സെമസ്റ്ററിലും നന്നായിട്ട് പെർഫോം ചെയ്യണം. അതായത് ഈ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടിയിട്ട് പിന്നെ കാലാകാലം അവിടെ പോയിട്ട് ഒന്നും പഠിക്കാതെ വെറുതെ നടക്കാനും പറ്റില്ല. നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് അവർ റെഗുലർലി ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഫൈനലി ബിഡ്സാറ്റിനെ കുറിച്ച് പറയാനുള്ളത്. സോ ഒരുപാട് ആളുകളുടെ ഡൗട്ടായിരുന്നു ബിഡ്സാറ്റിനെ കുറിച്ച്, ഒരുപാട് ഇൻഫർമേഷൻ അറിയില്ല, കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടായിരുന്നു. എന്തായാലും ഇന്ത്യയിലെ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജസിൽ ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനമാണ്. ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ ഫോം ചെയ്യുന്ന സ്ഥാപനമാണ്. ഒരുപാട് നല്ല പ്ലേസ്മെൻറ്റ്സ് നടക്കുന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കേരളത്തിന് പുറത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് സ്ഥാപനം നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബിഡ്സാറ്റിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. ഓക്കെ, കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും പറയണം. ഇതുപോലെ മറ്റേതൊക്കെ സ്ഥാപനങ്ങളെക്കുറിച്ച്, മറ്റേതൊക്കെ എക്സാമുകളെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ ആ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ.